വീണ്ടും വാർത്തകളിലേക്ക്. പുതിയ പാർട്ടി പ്രഖ്യാപിച്ച ജോണി നെല്ലൂർ. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി പ്രഖ്യാപിച്ചു. VV അഗസ്റ്റ്യൻ പാർട്ടി ചെയർമാനാകും. വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വതി, അല്പസമയം മുമ്പാണ് കൊച്ചിയിൽ ഈ ജോണി നെല്ലൂർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജോണി നെല്ലൂർ VV അഗസ്റ്റ്യൻ ചെയർമാൻ ആയിക്കൊണ്ടാണ് ഈ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ വർക്കിംഗ് ചെയർമാനാണ്. മറ്റ് ഭാരവാഹികൾ എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിമാരായി സണ്ണി തോമസ്, അതുപോലെ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം, തമ്പി, അതുപോലെ തന്നെ KP സുഗതൻ, പിന്നെ ഒരു വനിതാ നേതാവാണ് ഇതിന്റെ ഭാരവാഹിത്വത്തിലുള്ളത്, എലിസബത്ത് ജെ കടവൻ. അവർ ഇന്ന് സന്നിഹിതയായിരുന്നില്ല. ഈ രീതിയിലാണ് പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും കർഷക പ്രശ്നങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ടാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ റബ്ബർ കർഷകരെ, അതുപോലെ തന്നെ നെൽ കർഷകരെയൊക്കെ തന്നെ പാർട്ടി വലിയ രീതിയിൽ നോക്കിക്കാണുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായും പറയേണ്ടത് ഒരു മുന്നണികളുമായും വലിയ മമതയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഇല്ല എന്നൊരു സമദൂര നയമാണ് പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിൽ മറ്റ് മുന്നണികൾ തങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപായി സഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ പാർട്ടി തള്ളിക്കളയുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ VV അഗസ്റ്റിന്റെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ നായർ സമുദായത്തിലെ അംഗങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള ഒരു ധാരണ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ നായർ സമുദായത്തെയും ഒപ്പം നിർത്താനുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കർഷക പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പാർട്ടി, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അത് കേരളത്തിൽ പ്രവർത്തിച്ച് പിന്നീട് ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ സാങ്കേതികമായ ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതായത് ഇതിന്റെ ചിഹ്നം, അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി പ്രഖ്യാപിച്ച് 30 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അപേക്ഷ നൽകണമെന്നാണുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടന്നതിന് ശേഷം 1 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന നയപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പാർട്ടി ചെയർമാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ഒക്കെ തന്നെയുള്ള കർഷക വിഭാഗങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ രീതിയിലായിരിക്കും പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ BJPയോട് തീരെ, അതായത് വലിയ മമത ഇല്ലെന്ന് പറയുമ്പോഴും BJPയുടെ പ്രവർത്തനങ്ങൾ ഇവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ കൂടി അനുഗ്രഹാശസ്സുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി രൂപീകരണം എന്ന ഇതിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ, അടിയൊഴുക്കുകൾ ഒക്കെ തന്നെ പുതിയ പാർട്ടി, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് സംശയിക്കുന്നത്. തീർച്ചയായും അശ്വതി, ആ ഒരു കാര്യം തന്നെയാണ്. അതായത് VV അഗസ്റ്റ്യൻ പാർട്ടി ചെയർമാനായി അദ്ദേഹം ഭാരവാഹിത്വം, ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പാംപ്ലാനിയെ അനുകൂലിക്കുന്നു, അതുപോലെ തന്നെ മോദിയുടെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ഒക്കെ തന്നെ പുകഴ്ത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ചിടയ്ക്കായി BJP സംസ്ഥാനത്ത് ഉന്നയിക്കുന്ന ആ ഒരു അജണ്ട, കർഷകരുമായി കൂടുതൽ അടുക്കുന്നു, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം മത മേലധ്യക്ഷന്മാരെ ഒക്കെ പോയി കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതൊക്കെ അനുകൂലിക്കുന്ന ഒരു തരത്തിലായിരുന്നു VV അഗസ്റ്റ്യൻ തൻ്റെ പ്രസംഗം ഈ ഒരു ഭാരവാഹിത്വം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയത്. ഇതെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ഒരു നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഇനി? ഇത് നേരത്തെ തന്നെ കേരള കോൺഗ്രസിന്റെ ചില കാര്യങ്ങൾ, അതായത് കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കർഷക നയങ്ങളോടും, അതായത് കർഷക പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് നോക്കിക്കാണുന്ന, അതായത് കർഷക പ്രശ്നങ്ങളൊക്കെ തന്നെ ആണ് ഈ പുതിയ പാർട്ടിയുടെ രൂപീകരണത്തിലും
അവര് മുന്നോട്ട് വെക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. പക്ഷേ കേരള കോൺഗ്രസിന്റെ സ്വഭാവം അല്ല പാർട്ടിക്ക് ഉണ്ടാവുക എന്ന് തന്നെയാണ് ജോണി നെല്ലൂരും പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മോദി ഭരണത്തിൽ ഇന്ത്യ വളർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് പ്രധാനമായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് VV അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടുന്നതുമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ BJP പറഞ്ഞിരിക്കുന്ന റബ്ബർ വില 300 രൂപയാക്കണം, റബ്ബറിന്റെ വില 300 രൂപയാക്കണം എന്നുള്ള ആവശ്യങ്ങൾ അതിനോടൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരണത്തിന് ശേഷം പാർട്ടി ചെയർമാൻ തന്നെ പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ മുന്നണികളുമായും ചർച്ചകൾ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ഒരു മുന്നണി പ്രവേശനത്തിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ബിജെപിയോട് ഒരു എതിർപ്പ് ഒന്നും പാർട്ടി പ്രകടമാക്കുന്നില്ല. എല്ലാ മുന്നണികളോടും സമദൂര നയം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ BJPയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഭരണത്തെ തള്ളിപ്പറയുകയോ പാർട്ടി ചെയർമാൻ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ മോദി ഭരണത്തിന് കീഴിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് രാജ്യത്തിന് സാധിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് വലിയ സ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ കഴിവാണ് എന്നുള്ള രീതിയിലാണ് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കുന്നത്. അത് ചെയർമാന്റെ മാത്രം അഭിപ്രായമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ മലയോര മേഖലയിൽ ഒക്കെ തന്നെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനായിട്ട് ഈ പുതിയ പാർട്ടി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭദ്ര. ശരി അശ്വതി, പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജോണി നെല്ലൂർ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നാണ് പാർട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത്. ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത് കൊച്ചിയിലാണ്. VV അഗസ്റ്റിനാണ് പാർട്ടി ചെയർമാൻ ആകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി.